അവരാണല്ലോ ഒപ്പുവെച്ച് അവരോട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ഒപ്പുവെച്ചു എന്ന്. ഒപ്പുവെച്ചാൽ പിന്നെ പിന്മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ്. കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇതിൽ പിന്മാറുന്നതിൽ ഒരു തടസ്സമില്ല എന്ന് കേന്ദ്രം അറിയിച്ചു. കേന്ദ്രം പിന്മാറുന്നതിൽ തടസ്സമില്ലെങ്കിൽ ഞങ്ങൾക്കും സന്തോഷമാണ് പിന്മാറാൻ. പക്ഷേ കേന്ദ്രം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ള അങ്ങനെയല്ല, പിന്മാറാൻ കഴിയില്ല എന്ന്. അല്ല, ഞാൻ ഒരു പർട്ടിക്കുലർ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സർവേ നമ്പർ ഉൾപ്പെടെ ഞങ്ങൾ ഇത്തവണയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം പ്രാദേശിക തർക്കത്തിൻ്റെ പേരിൽ എയിംസ് നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ തുറന്ന സമീപനമാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഈ ദേവസ്വം ഉദ്യോഗാർത്ഥികൾ വലിയ ആശങ്കയിലാണ്. അതായത് ഈ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിയമനാധികാരം റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് മാറ്റി അതാത് ദേവസ്വങ്ങൾക്ക് നൽകാനുള്ള അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിന് ഞാൻ പറയാം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയമം രാഷ്ട്രപതി ഒപ്പിട്ട് അംഗീകരിച്ചാണ്. അത് 1978 അതുകൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ അവകാശങ്ങൾ ഗുരുവായൂരിന് ബാധകമല്ല എന്ന് തീരുമാനമെടുത്തു. അതിനെതിരായി കഴിഞ്ഞ സർക്കാർ അപ്പീൽ പോയിരുന്നു. ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം, ഇനി സുപ്രീം കോടതിയിൽ അപ്പീലിന് വേണ്ടി കാശ് കളയേണ്ട ആവശ്യമില്ല. 78 രാഷ്ട്രപതി ഒപ്പിട്ട നിയമം നടപ്പാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന്. ഇല്ല, അത് ഞാൻ പറയാം, ഹൈക്കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ സർക്കാരിന് കാശ് ചെലവിടാൻ നിവൃത്തിയില്ല. അനാവശ്യമായിട്ട് കാശ് ചെലവിടാൻ സർക്കാരിന് വയ്യ. ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ഇത് ഗുരുവായൂർ ഇങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങിയൊരു നിയമമായതുകൊണ്ട് അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ട് അംഗീകാരം വാങ്ങിയിട്ട് വേണ്ടേ പ്രസിദ്ധീകരിക്കാൻ. അപ്പോൾ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിന് ഒരു പ്രവർത്തിക്കാൻ തടസ്സമില്ല. മറ്റ് ദേവസ്വം ബോർഡുകളൊന്നും രാഷ്ട്രപതിയുടെ ഒപ്പ് വാങ്ങി ഉണ്ടാക്കിയ നിയമമല്ല. അത് സംസ്ഥാന സർക്കാർ അന്ന് നേരിട്ട് നടപ്പാക്കിയതാണ്. അതിൽ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് നടത്തിക്കോട്ടെ. ഞങ്ങൾ ആ ബോർഡിന്റെ കാലാവധി കഴിയുന്നവരെ അതിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. അതിന്റെ റിപ്പോർട്ട് ശബരിമലയിലെ നെയ്യിന്റെ കാര്യത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്ക് ഇന്ന് ദേവസ്വം സെക്രട്ടറി രാജമാണിക്ക് എനിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ ഞെട്ടിക്കുന്ന പല സത്യങ്ങളുമുണ്ട്. നെയ്യ് ഗുണനിലവാരം കുറഞ്ഞെന്ന് മാത്രമല്ല, അതിൽ അഡൾട്രേഷൻ നടത്തിയതുവരെ ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചത്, ഇത് വിജിലൻസിന് വിടാൻ തീരുമാനിച്ചു. ക്രൈം ബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചു. കാരണം വിജിലൻസ് അഴിമതിയാണല്ലോ. ഇത് അഴിമതി മാത്രമല്ല, അഡൾട്രേഷൻ നടന്നാൽ അത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്രൈം ബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. നാളെ രമേശ് ചെന്നിത്തലയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള കത്ത് കൈമാറും.